ആക്ച്വലി മുട്ടും തുറക്കപ്പെടും എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു വർക്കാണ്. കാരണം ഞാൻ പണ്ട് തൊട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് സിനിമാറ്റോഗ്രാഫർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പിന്നീട് ഗ്രാജുവലി ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആയിട്ട് എനിക്ക് ഡയറക്ഷനിലോട്ടാണ് കൂടുതൽ താല്പര്യവും. ലൈക്ക് കൂടുതലും അതാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ സിനിമാറ്റോഗ്രാഫി എന്നെ സംബന്ധിച്ചോളം അത് കുറേയധികം പഠിക്കാനുണ്ടായതുകൊണ്ടും പിന്നീടും ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായില്ല. അപ്പം അഭിനന്ദ് വർക്ക് ഞാൻ ക്യാമറ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ ആക്ച്വലി അതിൻ്റെ ക്യാമറ ചെയ്തത്. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ കൂടെയുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്ത് ടിനിലും അശ്വിനും ആചാര്യമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഡയറക്ഷൻ ക്രൂവിലാണെങ്കിലും അസോസിയേറ്റ് ആയിട്ട് ശാശ്വതും നമ്മുടെ പ്രൊഡക്ഷനിൽ ആകാശും എല്ലാവരും, ആർട്ടിൽ ടോണി, ഇവരുടെയൊക്കെ ഒരു എഫേർട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. ഷൂട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമ്മളൊരു കഫേ പോലൊരു സ്പേസിൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് എല്ലാവരും ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പേസുകളായിരിക്കും കഫേ അങ്ങനെയുള്ള. അപ്പം അതിൽ നമുക്ക് കൃത്യമായിട്ടൊരു കളർ പാലറ്റ്സും മൊത്തത്തിലൊരു മൂഡ് ഭയങ്കര ക്വിക്കായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ് ഔട്ട്. ഡെഫിനറ്റ്ലി ഒരു അടിപൊളി വർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് പാർട്ട് ഓഫ് ദിസ് വർക്ക്. 62 ഫിലിം ഹൗസ് എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ടീമിനെക്കാട്ടിയും നമ്മുടെ പ്രൊഡ്യൂസർ നിഖിൽ, അവൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഏതൊരു വർക്ക് ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാമറ ചെയ്യുന്ന ഒരാൾക്കും ആഗ്രഹിക്കുന്നൊരു പ്രൊഡ്യൂസർ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. നമുക്ക് ഫുൾ ക്രിയേറ്റീവ് ഫ്രീഡം, ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു നിഖിൽ. പിന്നെ നിഖിലിൻ്റെ ടീം 62 ഉറപ്പായിട്ടും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇങ്ങനൊരു പ്രൊഡക്ഷൻ ഷോർട്ട് ഫിലിമിന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമെന്ന് തന്നെ പറയാം. അടിപൊളി. ഒരുപാട് വർക്ക് നമുക്ക് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നിഖിലിൻ്റെ ഹെൽപ്പ് ഉറപ്പായിട്ടും സഹായിച്ചിട്ടുണ്ട്. അഭിനന്ദ് ആസ് എ ഡയറക്ടർ കം ആക്ടറായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്വന്തം പൃഥ്വിരാജാണ് പുള്ളിക്കാരൻ. അപ്പം ഫുൾ ക്രിയേറ്റീവ് ഫ്രീഡം ഞങ്ങൾക്കും ഞങ്ങളുടെ ടീമിനുണ്ടായിരുന്നു. കാരണം അവനെ സംബന്ധിച്ചോളം ആക്ടിങ്ങും ഡയറക്ഷനും ഒരുമിച്ച് പുള്ളിയെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് പുള്ളിക്കാരൻ ഈസിലി ഫുൾ ഓഫ് ചെയ്തൊരു വർക്കായിരുന്നു. ഞാനും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഒരാളെങ്ങനെ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള കുറേ പേര് സിനിമയിൽ മാത്രമുള്ളവരെ മാത്രമേ നമ്മൾ നേരിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പം പുള്ളിക്കാരൻ ഈസിലി അത് പുള്ള് ചെയ്ത്. കാരണം നമ്മൾ പ്രപ്പ് തൊട്ട് അതുപോലെ പ്രിപ്പയർ ചെയ്തിരുന്നു, ഷോർട്ട് ഡിവിഷൻസ് തൊട്ടെല്ലാം. അപ്പം നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോയിട്ടില്ല. ആ ഒരു മീറ്റർ കൃത്യമായിട്ട് അവനെന്താണെങ്കിലും പിടിച്ച് വർക്കത് അടിപൊളിയായിട്ട് അതുകൊണ്ട് തന്നെ ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു. സഞ്ജന ഓഫ് കോഴ്സ് സഞ്ജന അടിപൊളിയായിരുന്നു. സഞ്ജന ഭയങ്കര വർക്ക് ചെയ്യാനും ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നന്നായിട്ട് പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ നമ്മളെല്ലാം ഓൾ ത്രൂ സഞ്ജന ആണെങ്കിലും അഭിനന്ദ്, ശാശ്വത് എല്ലാവരും ബ്ലെൻഡ് ചെയ്ത് ഒരു നല്ല ടീം എഫേർട്ട് ഉറപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം ടീമിലെ ഓരോ പാർട്ടായിട്ടുള്ള എല്ലാവരും അതേപോലെ തന്നെ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുട്ടും തുറക്കപ്പെടും കുറച്ച് നാൾ നമ്മൾ അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇട്ടായിരുന്നു, നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരാൻ വേണ്ടി. അപ്പം സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് വർക്ക് ഉടനെ തന്നെ റിലീസാകാൻ പോവുകയാണ്. സോ എല്ലാവരുടെ റെസ്പോൺസ് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുക.